ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബാച്ചീസ് വേൾഡ്. ഇന്നിപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു മസാല ഷവായിയുടെ റെസിപ്പി ആയിട്ടാണ് ഒന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ആ റെസിപ്പിയിലോട്ട് പോകാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമുക്ക് മസാല ചിക്കൻ ഷവായ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു 12 കാശ്മീരി ചില്ലി കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. വെള്ളം നമ്മൾ ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കാശ്മീരി ചില്ലിയോടെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതിലോട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. എൻ്റെ അടുത്ത് ചെറിയ ചെറുള്ളി ആയതുകൊണ്ട് ഞാൻ 25 ചെറുള്ളിയോളം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു 15 വെളുത്തുള്ളി, ഒരു ചെറിയ സവാള, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് മല്ലിയില. ഇതൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു മാറ്റി വെക്കാം. ഇനി നമ്മളൊരു ജാർ എടുത്തിട്ട് ഇതിൽ ഓരോന്നായിട്ട് ഇട്ടിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ആദ്യം നമ്മൾ ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളത് കൂടി അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മുളകും അതുപോലെ ബാക്കിയുള്ള ചെറിയുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ച് വലിയ ജാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാതും പാടെ ഒരുമിച്ചിട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ. വെളുത്തുള്ളിയും ചെറുള്ളിയും മല്ലിയിലയും ഇഞ്ചിയും വെല്ലുള്ളിയും തക്കാളിയൊക്കെ ഒരുമിച്ചിട്ട് അരച്ചെടുക്കുക. എൻ്റെ ഇത് ചെറിയ ജാറായതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതവിടെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് വെല്ലുള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ അടുത്തതായിട്ട് ഇട്ടെടുക്കുന്നത് പൊടികളാണ്. പൊടികളായിട്ട് ഞാൻ ചേർത്തെടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 3 വറ്റൽമുളകും കൂടി ഞാൻ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നൊരു ഫൈൻ പേസ്റ്റായിട്ട് നമുക്കത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഞാനൊരു നൈഫ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഈ മസാലയോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ചിക്കനായിട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിത് രാത്രിയായിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. എന്നിട്ട് രാവിലെയാണ് ഞാൻ അത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ 4 മണിക്കൂർ ഇല്ലെങ്കിൽ 2 മണിക്കൂറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ രാവിലെ ഒരു 11 മണിയൊക്കെ ആയിട്ടാട്ടോ ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. മാക്സിമം 4 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിന് വെക്കണം. ഞാൻ ഇപ്പോൾ ഇന്നലെ വെച്ചതാണ്. ഇപ്പോൾ രാവിലെ 11 മണിയൊക്കെ ആയിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇനി കുക്കറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ചിക്കനും അതുപോലെ മസാലയൊക്കെ ഇട്ടിട്ട് വേണം ചിക്കൻ കുക്ക് ചെയ്തെടുക്കാൻ. വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എല്ലാ ചിക്കനും ഒരുമിച്ചിട്ടിട്ടാട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിക്കൻ ഉണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ട് പകുതി ചിക്കൻ ആദ്യം വേവിച്ചിട്ട് പിന്നെ പകുതി ചിക്കൻ വേവിച്ചാൽ മതി. അതുപോലെ മസാലയും പകുതിയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതുപോലെ മസാല ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനും മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുക്കറിന് മൂടി അടച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുക്കാം. ആ ചട്ടിയിലോട്ട് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കനൊരു 6 പീസൊക്കെ ആക്കിയിട്ടാട്ടോ ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പീസാക്കാതെ അങ്ങനെ ചിക്കൻ വേണമെന്നുണ്ടെങ്കിലും മേടിക്കുക. ഫുൾ ചിക്കനായിട്ട് മേടിച്ചിട്ട് അങ്ങനെ കുക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ വീട്ടിൽ വന്നിട്ട് കട്ട് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതുപോലെ പീസാക്കി മേടിച്ചത്. എല്ലാവർക്കും എളുപ്പത്തിൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ കുക്കായത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ ബാക്കിയുള്ള മസാല നമ്മുടെ കുക്കറിൽ ഉണ്ടാകും. അത് നമ്മൾ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മസാല അവിടെ വറ്റിച്ചെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വറ്റിച്ചെടുത്തിട്ടുള്ള മസാല അതിലോട്ട് ഇട്ടെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുക പറഞ്ഞാൽ അതുപോലെ ഒന്ന് കുറുക്കിയ രീതിയിൽ ആയിക്കിട്ടും. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ എല്ലാതും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഓരോ കഷ്ണം ഈ 2 കഷ്ണമൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാനിലോട്ട് മാറ്റി വെക്കുക ചെയ്യുന്നത്. എന്നിട്ട് അങ്ങനെ എല്ലാതും കൂടെ മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മസാല സ്പൈസി ചിക്കൻ ഷവായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഇവിടെ പൊറോട്ടയുടെ കൂടെയായിട്ടാണ് കഴിക്കുന്നത്. നമുക്ക് പൊറോട്ടയുടെ കൂടെയും മന്തിയുടെ കൂടെയും അതുപോലെ ചപ്പാത്തിയും എല്ലാത്തിൻ്റെ കൂടെയും സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ ഷവായി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ കടയിലൊക്കെ ഉണ്ടാക്കുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഷവായി കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് 2 പൊറോട്ടയും പിന്നെ നമ്മൾ വേവിച്ചിട്ടുള്ള ചിക്കനും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ മസാലയും ചിക്കനും കൂട്ടിയിട്ട് വേണ്ട കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിന് മസാലയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ മസാലയും അതുപോലെ പൊറോട്ടയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.